ഹായ്, വെൽക്കം ബാക്ക്. കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് അതായത് ഗൾഫുകാരൊക്കെ ഇതിന് പറയുന്നത് സുൽത്താൻ ഇബ്രാഹിം എന്നാണ്. നമ്മളിവിടെ ചുമന്ന ചെങ്കലവ എന്ന് പറയും. ഇതിന് നമുക്കിന്നൊന്ന് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്കെടുക്കാം. ഞാൻ മീൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുരട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5-6 പീസ് ഉണക്കമുളക്, അല്പം പെരിഞ്ചീരകം, ഒരു 7-8 പീസ് ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 പീസ് വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഫ്രഷ് കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അല്പം വെള്ളമൊഴിച്ച് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത ഈ കൂട്ട് നമുക്കിതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഫുള്ള് നമ്മൾ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലെല്ലാം നന്നായിട്ട് ഈ മുളക് പിടിക്കണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇത് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ അല്പം മിക്സ് ചെയ്യാം. രണ്ട് വശവും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇനി ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പി വെച്ചു. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഒരു 3 തണ്ട് കറിവേപ്പില ഇതുപോലെ വെക്കാം. ഇനി നമ്മൾ മീൻ ഇതിനകത്തോട്ട് ഇടാം. നല്ല തേങ്ങാപ്പാൽ അതിൽ ഈ മിക്സ് ചെയ്ത കൂടി ഇതിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കൊന്ന് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിടാം. ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് ശരിക്കും ഫ്രൈ ചെയ്യാവുള്ളൂ. നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ചിട്ടത്. ഇത് നമുക്കിതിൻ്റെ മീതയിലായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് പുറത്തോട്ടെടുത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാം. ഇന്നത്തെ ഉച്ചയൂണിന് ഒരു മാമ്പഴ പുളിശ്ശേരി കൂടി ഉണ്ടാക്കാം. അതിനായി ഞാൻ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കാം. 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ മാങ്ങ ഒന്ന് തുറന്ന് നോക്കാം. ഏതാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ശർക്കര പാനി ഒഴിക്കാം. ഞാൻ ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ ഒഴിച്ച് ഇതുകൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം ഏതാണ്ട് ഞാൻ ശർക്കര പാനി പാനിയാക്കിയത് നല്ല തിളപ്പിച്ചതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അടച്ചു വെച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ കുറച്ച് ഒരു അരമുറി തേങ്ങ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, തൈര്
നല്ല കട്ടത്തൈര്. ഇത് മാത്രമേ ഇതിൽ ചേർക്കാവൂ. വേറെ ചെറിയ ഉള്ളിയോ വേറെ ഒരു സാധനവും ചേർക്കണ്ട. നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ നെയ്യിലെല്ലാം കിടന്ന് നന്നായിട്ട് വഴണ്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മൾ അരപ്പ് ഇതിലോട്ട് ഒഴിക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അതുകൂടി ആവശ്യത്തിന് ചേർത്ത് ഇത് നമുക്ക് വാങ്ങി വെച്ചതിന് ശേഷം ഇനി താളിക്കാം. നല്ല തിളച്ച് നല്ല ശർക്കരയുടെയും നെയ്യിൻ്റെയൊക്കെ നല്ല മണം മൂക്കിനകത്ത് ഇങ്ങനെ ഇടിച്ച് കയറുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കാം. ഇനി നമുക്ക് താളിക്കാനായി കുറച്ച് നെയ്യ് ഒഴിക്കാം. അല്പം ഉലുവ ഇടാം. ഇനി ഇച്ചിരി കടുകിടാം. വേറെ ഒന്നും ഇതിനകത്ത് ഇടൂല. നമ്മൾ ഇത്രയും മാത്രമേ ഇടുള്ളൂ. കടുകിടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കറിവേപ്പില ഇടാം. നമുക്ക് ഈ താളിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് ഇന്നത്തെ ഊണ് കഴിക്കാം. നമുക്ക് ചോറ് ഇന്നത്തെ ഉച്ചയൂണ് നമുക്കൊന്ന് വിളമ്പാം. നല്ല നാടനരി ചോറും നമ്മൾ ഫ്രൈ ചെയ്ത നമ്മളെ സുൽത്താൻ ഇബ്രാഹിം ഫിഷും മാമ്പഴ പുളിശ്ശേരിയും നമ്മളെ വീട്ടിൽ തന്നെയാണ് ചീര, നല്ല പച്ച ചീര, പച്ച കളർ ചീര കൂട്ടി നമുക്ക് ഊണ് കഴിക്കാം.